മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റേണ്ടതില്ല, അങ്ങനെ മൂക്ക് വുളു എടുക്കുന്ന സമയത്ത് വൃത്തിയാക്കേണ്ടതില്ല എന്ന് നമ്മൾ സാധാരണഗതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ റമദാനിലാണെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഇശാ നമസ്കാരം നോമ്പില്ലാത്തൊരു സന്ദർഭത്തിലാണ് അതിനുള്ള വുളു നമ്മൾ എടുക്കുക. ആ സന്ദർഭത്തിൽ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക എന്ന വുളുവിൻ്റെ ഭാഗമായിട്ടുള്ള ആ കർമ്മം അത് നിർവഹിക്കുന്നവരും നിർവഹിക്കാത്തവരുണ്ട്. ഇപ്പോൾ ചില ആളുകൾ വുളു എടുക്കുകയാണെങ്കിൽ ഒരിക്കൽ പോലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റിട്ടേ ഉണ്ടാവില്ല. ചില ആളുകൾ ചെയ്യാറുണ്ട്, ചിലർ തീരെ ചെയ്യാറില്ല. ആ ഒരു കർമ്മം വുളു എടുക്കുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണോ, ഉപേക്ഷിക്കുന്നത് കുഴപ്പമില്ലേ, എന്താണ് അതിൻ്റെ നിജാവസ്ഥ? ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുളു, അതിന് വുളു എങ്ങനെയാണ് എന്ന് വളരെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ പിൽക്കാലത്ത് വന്ന ആളുകൾക്ക് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് അദ്ദേഹത്തിനോട് ജനങ്ങൾ ചോദിച്ചു, ഉസ്മാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുളു എങ്ങനെയാണ്? ആ വുളു ഒന്ന് കാണിച്ചു തരണം. അങ്ങനെ ആ വുളു അദ്ദേഹം കാണിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ചെയ്ത് അവസാനം അദ്ദേഹം പറഞ്ഞു, ഇതാണ് റസൂലുള്ളാഹിൻ്റെ വുളു എന്ന്. അപ്പോൾ വുളുയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത, നബിതങ്ങൾ കാണിച്ചു കൊടുത്ത രൂപത്തിൽ അതിൽ നിർബന്ധമായും ചെയ്തിരിക്കേണ്ടതും ഐച്ഛികമായി വേണ്ടതും, അഥവാ ഒരു വുളുഇൻ്റെ കമാലിയത്ത് വരുന്നതും നിർബന്ധമായി വരുന്നതും രണ്ടും ചേർത്ത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുളുഇൻ്റെ രൂപം നമ്മൾ പരിശോധിക്കുമ്പോൾ നബിതങ്ങൾ വുളു എടുത്ത് കാണിച്ചതും സ്വഹാബികൾ വുളു എടുത്തതും എല്ലാം കൂടി ഉൾപ്പെടുന്ന രൂപത്തിലാണ്. അതുകൊണ്ട് തന്നെ അതാണ് പൂർണ്ണമായ വുളു, അതാണ് ഇസ്ബാഗുൽ വുളു എന്നൊക്കെ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് കൈ കഴുകി, മുൻകൈ കഴുകി, പിന്നെ അവിടെ നിന്ന് വായിൽ വെള്ളം കൊപ്പിളിച്ചു. മളുമലത്ത് എന്നാണ് പറയുക, വായിൽ വെള്ളം കൊപ്പിളിക്കുക. പിന്നെ ഇസ്തിൻഷാഖ് ചെയ്തു എന്നാണ് പറയാം. ഇസ്തൻഷഖ എന്ന് പറഞ്ഞാൽ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റാം. അവിടെ അല്പമെങ്കിലും ഒരു റുഖ്സ നൽകിയിട്ടുള്ളത് നോമ്പുകാരനാണ്. നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അയാൾ മളുമലത്തിലും ഇസ്തിൻഷാഖിലും, അഥവാ വായിൽ വെള്ളം കൊപ്പിളിക്കുന്നതിലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നതിലും മുബാലഗത്ത് കാണിക്കരുത് എന്ന് മാത്രമാണ്. ആ പ്രക്രിയ തന്നെ ചെയ്യരുത് എന്നല്ല, അതിൽ അമിതമാവരുത്. അമിതമായാൽ ജലത്തിൻ്റെ ഭാഗം ഉള്ളിലേക്ക് ഇറങ്ങാം, അമിതമായാൽ മൂക്കിലൂടെയും വെള്ളം അകത്ത് കയറാം. അത് നോമ്പിനെ ബാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് നോമ്പ് കാലത്ത് ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ മുബാലഗത്ത് വേണ്ട എന്ന് പറഞ്ഞത് കൊണ്ട് ജസ്റ്റ് ആ പണി ഇങ്ങനെ കാണിച്ചിട്ട് ചിലപ്പോൾ പോയെന്നിരിക്കാം. യഥാർത്ഥത്തിൽ മളുമലത്തും ഇസ്തിൻഷാഖും എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുളുഇൽ അത് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് നോമ്പുകാരനാണെങ്കിലും അത് ഉണ്ടാവണം. പക്ഷേ നോമ്പുകാരൻ്റെ നോമ്പിൻ്റെ ടൈമിൽ എന്ത് ചെയ്യണം? അല്പം മുബാലഗത്ത് കുറക്കണം എന്നത് മാത്രമേ ഉള്ളൂ.